നമസ്കാരം. പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ള അതിഥി വിദ്യാഭ്യാസ വിചക്ഷണനും ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനും ഒക്കെയായ ബഹുമുഖ പ്രതിഭയായ എൻ.എ. മുഹമ്മദ് കുട്ടി സാറാണ്. വെൽക്കം സാർ. നമസ്കാരം. അപ്പം ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്, ഞാനൊക്കെ SFI പ്രവർത്തനമൊക്കെ ആയിരുന്ന കാലത്ത് സാറ് കോട്ടക്കൽ മത്സരിക്കാൻ വരുമ്പോഴാണ്. നമ്മളെ നാട്ടിലെല്ലാ രാഷ്ട്രീയക്കാരെയും പേരൊക്കെ നമുക്കറിയാം. കോട്ടക്കലൊരു പുതിയൊരാൾ വരുന്നു, ആരാണിത് എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടാവുമല്ലോ. അപ്പോഴാണിത് വലിയൊരു മുതലയാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. കാരണം ഒന്ന് വളരെ വ്യത്യസ്തമായ മേഖലകൾ, ഒന്ന് രാഷ്ട്രീയം, രണ്ട് ബിസിനസ്സിൽ തന്നെ വിദ്യാഭ്യാസ മേഖല, കുറേ കാര്യങ്ങൾ അത് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം എന്താണ് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആൾ? എന്താണ് നിങ്ങളെ ഒരു ഡെഫിനിഷൻ? നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന റോൾ ഏതാണ്? അല്ല, ആദ്യത്തെ ഒരു വാക്ക് തിരുത്തേണ്ടതുണ്ട്. ഒരു മുതലല്ല, അല്ല പുറത്തുനിന്ന് അങ്ങനെയുള്ള പറയാ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അവിടെ ഒരു പത്രങ്ങളിൽ അങ്ങനെ എതിരാളികൾ ഒരു പണച്ചാക്കിനെ ഇറക്കി എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അന്ന് ആ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് ഞാൻ ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അതെ, അത്ര വലിയ പണച്ചാക്കൊന്നുമല്ല. പക്ഷെ ആളുകൾ കാണുമ്പോൾ ഒരു വലിയ കമ്പനിയുടെ ഒരു MD മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടുള്ള ഇത് മാത്രമല്ല, ടൂറിസത്തിൽ വ്യത്യസ്തമായ പല പ്രോജക്റ്റ് കൊടുക്കുന്ന ആൾ, അങ്ങനെ ഇതെല്ലാം കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. മാത്രമല്ല അത് NCPയുടെ കാൻഡിഡേറ്റാണ് വരുന്നത്. അതെ. അപ്പോൾ NCPയുടെ കാൻഡിഡേറ്റ് ഇത്രയും വലിയൊരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 38,000 ചില്ലാനം, അതായത് 40,000 അടുത്ത് വോട്ടിന് തോറ്റ സ്ഥലത്തേക്കാണ് ഒരാൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ ചില എതിരാളികളും ഉണ്ടായിരുന്നല്ലോ. ഈ സീറ്റ് ഞാൻ അങ്ങനെ NCPയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഉണ്ടായിരുന്നില്ല, മനസ്സിലായി. ഞാൻ CPMൻ്റെ ഒരു സന്തത സഹയാത്രികനായിട്ട് ഉള്ള ആളായിരുന്നു. ആ സമയത്ത് ഞാൻ എറണാകുളം ജില്ലാ ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു. അന്ന് മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കണ്ട് ജയിച്ച ആളാണ് എറണാകുളത്ത്. ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ കളമശ്ശേരി അർബൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ MBA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണം ആ പൊസിഷൻസിൽ മത്സരിക്കാൻ ഒരു സീറ്റ്, ക്വാളിഫൈഡ് ആൾ വേണം. അപ്പം അങ്ങനെ പാർട്ടിയുടെ ഇതിൽ വന്നപ്പോൾ ഈ മാത്രമല്ല അയാൾ ഈ ഏതെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത ആൾ ആയിരിക്കില്ല, ഡയറക്ടർ ആയിരിക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ജില്ലാ ബാങ്കിൽ മത്സരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അന്ന് 19 മെമ്പേഴ്സാണ് ടോട്ടലി. അതിൽ 10 സീറ്റ് കോൺഗ്രസിനും 9 സീറ്റ് CPM, LDFനും UDFനും കിട്ടി. പക്ഷേ UDFനാണ് ഭരണം കിട്ടിയത്. അപ്പോൾ അതിൽ എന്നിട്ട് ഓഡിറ്റ് കമ്മിറ്റിയിലെ മെമ്പർ ഞാനായിരുന്നു, പാർട്ടി നിയോഗിച്ച്. അപ്പോൾ മാത്രമല്ല ഈ പലപ്പോഴും അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ, സഹചാരി എന്ന് പറയുമ്പോൾ അനുസരിച്ച് വളരെയധികം ഇൻവോൾവ് ചെയ്തിട്ടുള്ള, പാർട്ടിയുമായി അടുത്ത് സഹകരിച്ച് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് NCPയിൽ വരാനൊരു ഇതുണ്ട്. കാരണം എന്താണെങ്കിൽ എൻ്റെ അങ്കിള്, എൻ്റെ എളാപ്പ എൻ അബൂബക്കർ മാഷ് പുലാമന്തോള്, അദ്ദേഹം കോൺഗ്രസ് എസിൻ്റെ നേതാവായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആദ്യകാല ACC മെമ്പർമാരിൽ ഒരാളാണ്. ഇവിടെ ഉമ്മൻചാണ്ടിക്കാവുന്നതിന് മുമ്പേ ACC മെമ്പറായിരുന്ന ആളാണ്. മലപ്പുറത്ത് കുഞ്ഞാലി സാഹിബിനെതിരെ മത്സരിച്ചിട്ടുള്ള ആളാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ആ കോൺഗ്രസ് എസ് ആണല്ലോ പിന്നീട് NCP മാറുന്നത്. പക്ഷെ അദ്ദേഹം ആ കോൺഗ്രസ് എസിൻ്റെ തന്നെ അന്ന് നമ്മുടെ KP ഉണ്ണീഷുള്ള കാലത്ത് നിന്ന് പിന്നീട് പാർട്ടി ഇതൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് മലപ്പുറം ജില്ലയിലെ അങ്ങനത്തെ പല ആളുകൾ. അപ്പോൾ അവർ പലപ്പോഴും തമ്മിൽ സംസാരിക്കുമ്പോൾ പറയും, നിങ്ങൾ മത്സരിക്കാൻ അങ്ങോട്ട് പോരെ എന്നൊക്കെ പറയാറുണ്ട്. കാരണം അതിന് മുമ്പത്തെ ഇലക്ഷന് ഇതുപോലെ ചാൻസ് ഈ കളമശ്ശേരി മത്സരിക്കാനായിട്ടുള്ള വന്നിരുന്നു. അപ്പോൾ ആ കാലത്താണ് എന്നോട് ഇത്തരത്തിലുള്ളൊരു അവിടുന്ന്, കാരണം അവർക്ക് നല്ലൊരാളെ കിട്ടുന്നില്ല അവിടെ മത്സരിക്കാനായിട്ട്. ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ അന്ന് കളമശ്ശേരി മത്സരിക്കുന്നതിന് എൻ്റെ പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ അറിയാലോ, പൊളിറ്റിക്സിൽ ഇതിനകത്ത് പലർക്കും മത്സരിക്കാൻ വരുമ്പോൾ ചില ആളുകൾ
ഈ വെട്ടലും ബാക്കിയൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. നിന്ന് പോവാന്നുള്ളതേ മാത്രമേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് എനിക്ക് ഇവിടെ കളമശ്ശേരി സീറ്റ് തന്നാൽ അതൊരു ബിസിനസ്സുകാരന് സീറ്റ് വിറ്റു എന്നുള്ളൊരു വരും എന്നുള്ള എനിക്കൊക്കെ ഒരു പ്രചരണം കൊണ്ടുവന്നിട്ടാണ് അവസാനം സ്ഥാനാർത്ഥിത്വത്തിൽ വന്ന് അത് 2ഉം 3ഉം ആളെ മാറി മാറിയിട്ട് അവസാനം പിന്നെ പഴയ മുൻപുള്ള MLA ആയിട്ട് മത്സരിച്ച് തോറ്റ യൂസഫിന് തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ മനസ്സിലൊരു വാശി കൊടുക്കും, കാരണം തെളിയിക്കണമല്ലോ. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള ആൾ മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാവും തെളിയിക്കണം എന്നൊരിതുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഓഫർ വന്നപ്പോൾ ഞാൻ അങ്ങനെ ധൈര്യമായിട്ട് ഈ കോട്ടക്കൽ മത്സരിക്കാൻ തയ്യാറാവണുണ്ടായത്. അങ്ങനെയാണ് NCPയിലെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ മത്സരിക്കാൻ നിന്ന്. വെറും സാധാ മെമ്പറായിട്ടാണ് വരുന്നത്. ഒന്നും എനിക്ക് വേറെ ആധികാരികമായിട്ടുള്ളൊരു പോസ്റ്റും ഇല്ല. ഒരു സാധാ മെമ്പർഷിപ്പ് എടുത്തു. അതിന് ശേഷമാണ്, കാരണം അത് ഇതിൻ്റെ അതിലേക്ക് വന്നപ്പോൾ അന്ന് പവാർ ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് തൃശ്ശൂർ കൊല്ലൂർ. അപ്പോൾ നേരത്തെ മുതലേ നമ്മുടെ പീതാംബരം മാഷുമൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. മാഷാണ് എന്നോട് പറഞ്ഞത്, ഒന്ന് പവാർജിയെ പോയി കാണണം, നിങ്ങളൊരു CV ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു CV കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് പോയി കണ്ട് അത് കൊടുത്തപ്പോൾ അദ്ദേഹം അത് എൻ്റെ കംപ്ലീറ്റുള്ള പ്രൊഫൈൽ നോക്കിയിട്ട് പറഞ്ഞു യു ആർ ആൻ ആപ്റ്റ് കാൻഡിഡേറ്റ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ആലോചിക്കാനില്ല, ഞാൻ അവരോട് സംസാരിച്ചോളാം, ഐ ടോക്ക് ടു ദം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അങ്ങനെ മീറ്റ് ചെയ്തിട്ട് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പിരിയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് പോയി. ഇവിടെ ആ വിവരം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അങ്ങനെയാണ് സീറ്റിൻ്റെ കാര്യത്തിൽ വന്നു. അപ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവില്ല, കാരണം സീറ്റ് കോട്ടയ്ക്കൽ ജയിക്കാനുള്ള സീറ്റ് അല്ലെങ്കിലും മത്സരിക്കാൻ കുറേ ആൾക്കാരുണ്ട് പാർട്ടിക്കകത്ത്. കാരണം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥാനമാനങ്ങൾ വളരെ നിർബന്ധമാണ്, പോപ്പുലാരിറ്റി ആണല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് മാത്രമാണ് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനത്തെ പോപ്പുലാരിറ്റി എനിക്ക് ആവശ്യം. കാരണം ഞാൻ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ആളുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഇല്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് ചില എതിർപ്പുകളായിട്ട് വരികയും അവിടെ തന്നെ പോസ്റ്റൊട്ടിക്കലും പ്രശ്നമുണ്ടായി. അപ്പം അവരാണ് ഒരു പണച്ചാക്കിന് സീറ്റ് വിറ്റു എന്നുള്ള നിലയ്ക്കുള്ള പോസ്റ്റേഴ്സ് കൊടുക്കും. അതെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊക്കെ അത് നോക്കുന്നത്, ആരാണ് ഈ പണച്ചാക്ക് എന്ന് മനസ്സിലായ. അപ്പോൾ അത് വന്നപ്പോൾ തീർച്ചയായിട്ടും എതിരാളികൾ അവിടെ ലീഗാണ്. ലീഗിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. NCPക്ക് അന്ന് കോട്ടക്കൽ മണ്ഡലത്തിലെ എല്ലാ ബൂത്തിലും പോലും 50% ബൂത്തിലിരിക്കാൻ ആളില്ല. CPM ഇല്ല. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതായത് ഭയങ്കരമായിട്ട് കുറച്ചില്ല ഭൂരിപക്ഷം. 38,000 ചില്ലാണ് 39,000 വോട്ടിൻ്റെ അടുത്തുള്ളത് 15,500 വോട്ടിലേക്ക് കൊടുന്നു ഫസ്റ്റ് മത്സരം. ഞാൻ മാത്രമല്ല, എനിക്ക് 28 ദിവസം ടോട്ടൽ കിട്ടിയുള്ളൂ. കാരണം എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെ എന്നെ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഈ ഇലക്ഷൻ്റെ ടോട്ടൽ വർക്ക് എനിക്ക് 28 ദിവസം കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് 15,000. പക്ഷെ ഞാൻ എടുത്ത ചില സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. കാരണം കോട്ടയ്ക്കൽ കൊണ്ടുവരാവുന്ന ചേഞ്ചുകളെ കുറിച്ചും അവിടെ ജനങ്ങളെ ഇത് കിട്ടും. അവിടുത്തെ മുഖ്യമായിട്ടുള്ള 5 വിഷയങ്ങളെടുത്തു. ആ 5 വിഷയങ്ങളിൽ എന്താണ് അതിന് വരുന്ന, ഞാൻ എങ്ങനെയാണ് അതിനെ സൊല്യൂഷൻ കാണുന്നുള്ളത് അവതരിപ്പിച്ചു. അപ്പോൾ ആ ഒന്ന് സ്ത്രീകൾ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് 10,000 റുപ്പീസ് വെച്ചിട്ടുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കും. അത് വലിയൊരു ഇതായിരുന്നു, മനസ്സിലായോ. പിന്നൊന്ന് അവിടുത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്യാൻസർ പേഷ്യൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ കോട്ടക്കൽ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത്, മനസ്സിലായോ. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ ഈ രോഗികളുള്ളൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ MLA ആയിക്കഴിഞ്ഞാൽ ഒരു ക്യാൻസർ ടെസ്റ്റിംഗ് ഫെസിലിറ്റി അവിടെ കൊണ്ടുവരാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തു. പിന്നൊന്ന് ഈ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയും വളാഞ്ചേരിയാണ് അന്ന് ഡ്രഗ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഒട്ടനവധി ഇഷ്യൂസ് വന്നും പലരും പിടിച്ചിട്ടും ബാക്കിയൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം കാണുന്നു. ഒപ്പം യുവാക്കളെ കായികമായി വളർത്തുന്നതിന് എന്നുവെച്ചാൽ അവിടെ ഒരു നല്ല ഒരു സ്പോർട്സ് സ്റ്റേഡിയം അല്ലെ അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ല. അത് ആ മണ്ഡലത്തിൽ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. മറ്റൊന്ന്, കേരളത്തിലൊരു പക്ഷേ ഒരു മണ്ഡലത്തിൽ ഒരു കോളേജില്ലാത്ത, ഗവൺമെൻറ് കോളേജില്ലാത്തൊരു മണ്ഡലം കോട്ടക്കലായിരുന്നു. പിന്നെ കുടിവെള്ളം. അപ്പോൾ മലപ്പുറത്ത് നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, കോട്ടക്കൽ എന്ന് പറയുമ്പോൾ നിരപ്പായ സ്ഥലമല്ല, കുന്നും മലകളും ചെരുവും ബാക്കിയൊക്കെയാണ്. അവിടെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമുണ്ട്. അതായത് ജനുവരി മുതൽ പിറ്റത്തെ മഴ പെയ്ത് ഒരു മാസം കഴിഞ്ഞ വരെ ജൂൺ അവസാനം വരെ കുടിവെള്ളം പഞ്ചായത്തുകൾ സപ്ലൈ ചെയ്തു. അതും എല്ലായിടത്തും എത്തില്ല. എന്നാൽ ഈ മണ്ഡലത്തിൻ്റെ 2 സൈഡും, ഒന്ന് കുറ്റിപ്പുറം നല്ലൊരു പുഴയുണ്ട്,
ഭാരതപ്പുഴയായിട്ട് ലയിക്കുന്നത്. അപ്പുറത്ത് കോട്ടയ്ക്കൽ കഴിഞ്ഞ് വേങ്ങരയ്ക്കിടയിൽ ഇതേപോലെ തന്നെ മറ്റൊരു പുഴ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് ബൗണ്ടറിയിലും ഇതുപോലെ നീളത്തിൽ നല്ലൊരു പുഴ പോകുന്നുണ്ട്. കുടിവെള്ള പദ്ധതികൾ കൊടുത്താൽ മതി. ഈ പറയുന്ന രണ്ട് സ്ഥലത്തും കൊടുത്താൽ ആ മണ്ഡലം ചെയ്യാൻ പറ്റുള്ളൂ. മണ്ഡലത്തിന് പ്രത്യേകത എന്താണെങ്കിൽ മറ്റ് പല മണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പണ്ട് ഈ ഡീലിമിറ്റേഷൻ വന്ന് ഇതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ മുസ്ലിം ലീഗിന് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായിട്ട് CPM വിഭജിച്ചെടുത്തു. ഇതുണ്ടായത് 2016 ഇലക്ഷന് മുമ്പായിട്ട് ആണ്. 2011 തോന്നുന്നു. 2011 കാരണം ലീഗിനെ ഒരു മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാക്കി കൊടുത്തു. അതെ. അപ്പൊ അതിനെന്ത് ചെയ്തു, നീളത്തിൽ പാണക്കാട് മുതൽ കുറ്റിപ്പുറം വരെ കിടക്കുക. യാത്രയാണെങ്കിൽ 1.5 മണിക്കൂർ, വലിയ തിരക്ക് ഇല്ലാത്ത സമയത്താണെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും ഒരൊറ്റ മുതൽ മറ്റേ ബൈ റോഡ് പോകാൻ തന്നെ. അങ്ങനത്തെ ഒരു സ്ഥലമാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 നിയോജക മണ്ഡലങ്ങളാണ് ഇതിൻ്റെ ചുറ്റുപാട് 4 പുറം വരുന്നത്. തവനൂർ എടുത്താൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് താനൂര്, തിരൂര്, തിരുവങ്ങാടി, വേങ്ങര, ഈ അതുപോലെ പെരിന്തൽമണ്ണ, ഇപ്പുറത്ത് പട്ടാമ്പി അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്ത് എത്താൻ എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് ഈ കുടിവെള്ളത്തിൻ്റെ വിഷയത്തിൽ ഞാൻ ഒരു ഇത് ചെയ്തു. കുടിവെള്ളത്തിന് ഞാൻ 5 വർഷത്തിനുള്ളിൽ സൊല്യൂഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഞാൻ അവിടെ ചെന്ന ആദ്യത്തെ 2-3 ദിവസം തന്നെ പഠിച്ചു. എന്താ പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. ജനങ്ങളായിട്ട് ഫേസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന സ്ഥലമാണ്. ഇപ്പം എൻ്റെ ഇപ്പോൾ ഗ്രാൻഡ് ഫാദറും ബാക്കിയുള്ളവരൊക്കെ, അതായത് ഞങ്ങളുടെ തറവാടെന്ന് പറയുന്നത് പ്ലാമന്തോളാണ്. അപ്പോൾ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലാണ്. ഇതൊന്ന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ തന്നെ ഇവിടെ എനിക്ക് ബന്ധങ്ങളില്ല. ആ കൂടെ എൻ്റെ ഒരു അമ്മായിയുടെ മകളെ കല്യാണം കഴിച്ച്, അതും അവിടെ ചെന്നപ്പോഴാണ്. അതാണ് ആകെ കോട്ടക്കലുള്ള ബന്ധം. അതെ. ഞാൻ ഇടയൊരു പരിപാടിക്ക് ചെന്ന് അവിടെ ചെന്നപ്പോഴാണ്, ആ പരിപാടി കഴിഞ്ഞ് ഒരു 8:30 മണിക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്നെ ചോദിച്ചു. അപ്പോൾ അമ്മായിയുടെ മക്കളെ കല്യാണം കഴിച്ച് പോയ ആളുകൾ എന്ന് പറയുമ്പോൾ ഈ പയ്യൻ ഗൾഫിലാണ്, അവൻ ലീവിനൊന്നും സമയമാണ്. അപ്പം എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ കണക്ഷൻ പറഞ്ഞു. അപ്പോൾ എവിടെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് അവിടെ വീട്ടിൽ പോയി അവരെ കണ്ട് സംസാരിച്ചൊന്നുമില്ലാതെ എനിക്ക് വേറെ ബന്ധുക്കളായിട്ട് ആരുമില്ല. ഞാൻ പറയുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലാണ് എന്നെ പ്രൊജക്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഇലക്ഷനിൽ തന്നെ ഒരു വിഷയം എന്താണെങ്കിൽ, ഒരു വലിയ പണച്ചാക്ക് വന്നിരിക്കുന്നു, അയാൾക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം ഒരു പാവം ഒരു തങ്ങള്, അതും തങ്ങളുമാണ്, പിന്നെ ഒരു കോളേജ് അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ, അയാളല്ലേ ജയിക്കേണ്ടത് എന്ന ഒരു വേർഷനാണ് അവിടെ താഴെ തട്ടിലേക്ക് കൊടുത്തത്, വർക്കായത്. പിന്നെ എന്നെ അറിയില്ലല്ലോ. ഞാൻ അവിടെ വർക്ക് ചെയ്തതിന് ശേഷമല്ലേ എന്നെ പറ്റി ആളുകൾ അറിയുന്നുള്ളൂ. ഇതാണ് നിങ്ങൾ ആദ്യം കേട്ടത്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയം തന്നെ തുടരുക, പിന്നെ നമുക്ക് ബിസിനസ്സിലേക്ക് പോവാം. അപ്പോൾ അതിന് ശേഷം പിന്നെ 2 നിയമസഭ കഴിഞ്ഞല്ലോ, അതിലൊക്കെ എന്താ മത്സരിക്കാതിരുന്നത്? അല്ല, പിറ്റത്തെ 2021 മത്സരിച്ചു. കോട്ടക്കൽ തന്നെ. അവിടെ 20,000-ൽ കൂടുതൽ, 21,000-ൻ്റെ അടുത്ത് വോട്ടുകൾ പുതുതായിട്ട് ചേർത്തു 2021. ആ ചേർത്തതിൽ ഇപ്പം നമ്മൾ ഈ ഞാൻ ചെന്നതിന് ശേഷം പിന്നെ അതിന് ശേഷം കോട്ടക്കൽ ഞാനവിടെ കേന്ദ്രീകരിച്ചിരുന്നു. എന്താ കാര്യം എന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഒരു വാഗ്ദാനം നൽകിയാൽ അത് നിറവേറ്റുക എന്നുള്ളൊരു ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഒരു വാക്ക് പറഞ്ഞാൽ നിറവേറ്റുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്തു, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഞാൻ 2005 മുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് MSMEയുമായി ചേർന്ന് വിദ്യാഭാരതിയിൽ കേരളത്തിലെ ആദ്യത്തെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ നടത്തിയിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ കളമശ്ശേരി, ഏലൂർ, ആലുവ ഭാഗങ്ങളിൽ തന്നെ ഞാൻ 2,500ഓളം സ്ത്രീകൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലൂടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് MSME 2014 വരെ, 2005 മുതൽ 2014 വരെ ഈ പല പ്രോജക്റ്റുകളും, അതായത് അവർക്കുള്ള ഈ ഫാഷൻ ഡിസൈനിങ്, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ്, പിന്നെ ബേക്കറി പ്രൊഡക്ഷൻ, അതുപോലെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ഇങ്ങനത്തെ ഉള്ള കോഴ്സുകൾ ഇവിടെ നടത്തിക്കൊണ്ടുവന്നു. ആ കോഴ്സുകളിലൂടെ ഇവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ള കുട്ടികൾ, ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ അവർക്ക് കിഴക്കമ്പലത്ത് അന്ന് കിറ്റക്സിലൊക്കെ തൊഴിൽ കിട്ടുമായിരുന്നു. അന്ന് ഒരു 8,000 രൂപ വരെ അവർക്ക് ശമ്പളമുണ്ട്. പക്ഷേ 8 മണിക്ക് അവിടെ ചെല്ലണം, 5 മണിക്കേ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പലർക്കും കുട്ടികളുണ്ട്. അവർ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് വേണം ബസ്സിന് അവിടെ എത്താൻ പറ്റില്ല.
അപ്പോൾ അതിൽ പല വീടുകളിലെയും പല അവസ്ഥകളോ പഠിക്കാൻ വരുന്ന ഒരു ഗതിയില്ലാത്ത ആളുകളുണ്ട്, അതെ അതെ അതെ, ഭർത്താക്കം ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഇത് ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വലിയ പാവപ്പെട്ട കുടുംബങ്ങളാണ്, ഇങ്ങനെ പല ഇതുള്ളവരാണ്. അവർക്ക് ഇത്തരം ജോലിക്ക് പോകാൻ പറ്റാതെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കൊരു തൊഴിലവസരം ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ വെച്ചു. അവർക്ക് വേണ്ടി ഞാൻ 15 ജോക്കി മെഷീൻ ജപ്പാൻ്റെ വാങ്ങിച്ചിട്ട് ഞാനൊരു തയ്യൽ ഒരു യൂണിറ്റ് കൊടുത്തു. എവിടെ? ഇവിടെ തന്നെ ഫാൽക്കണിൽ. ഞാൻ തന്നെ ഒരു റൂം വാടകയ്ക്കെടുത്ത് ഇവർക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതിന് ആവശ്യമായ സൗകര്യം ഒരുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അന്ന് സ്റ്റിച്ചിങ് പഠിപ്പിക്കാൻ ആളില്ല. അതിന് പറ്റുന്ന ഒരു സർട്ടിഫൈഡ് കോഴ്സ് നടത്തണ്ടേ, കാരണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം. ഞാൻ അതിനെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഇവിടെ കഴക്കൂട്ടത്ത് കിൻഫ്രയിൽ പാർക്കിൽ അവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് അവിടെ നടത്തുന്നുണ്ട്. ഞാൻ അവരെ അപ്രോച്ചിപ്പോൾ അവർ പറഞ്ഞു ഡൽഹിയിൽ നിന്നാണ് ഇതിൻ്റെ സാങ്ഷൻ വരുന്നത്, ഡൽഹി സംസാരിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ അവിടെ ഡൽഹിയിൽ പോയി അതിൻ്റെ ഡയറക്ടറെ കണ്ടു. ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡയറക്ടർ ലക്കിലി അയാൾ ബേസിക്കലി മലയാളിയാണ്, പക്ഷേ ബോൺ ആൻഡ് ബോട്ടം ഡൽഹിയിൽ, പക്ഷേ അവിടെ സെറ്റിൽഡാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു 2-3 കാര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒന്ന്, ഞങ്ങൾ ഇതിനൊക്കെ 2 രൂപ സ്ക്വയർ ഫീറ്റിനുള്ള സ്പേസാണ്, ഞങ്ങൾക്ക് 2 രൂപ തരാൻ പറ്റില്ല, ഗവൺമെൻറ് നോംസ് എന്നുവെച്ചാൽ. അതായത് ഹിന്ദി ബെഡ് ലാൻഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ബീഹാർ UP ഒക്കെ 2 രൂപ സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ അതെ, ഇപ്പം 2000 സ്ക്വയർ ഫീറ്റ് വേണം. ഇവിടെ 2 രൂപയ്ക്ക് അവിടെ കിട്ടാൻ. ഞങ്ങൾ അന്ന് പോലും ഇവിടെ 15 രൂപ 20 രൂപ സ്ക്വയർ ഫീറ്റിനായിട്ടാണ് അന്ന് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞാനത് ബോർഡിൽ വെച്ചു ഇങ്ങനെ ഒരു കുറേ, കാരണം ഒരു ഈ CSRൻ്റെ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് CSRൻ്റെ ഇതിൽ എത്തിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അവർക്കൊരു 4 റൂമും വേണം, 2 രൂപ വെച്ചേ തരുള്ളൂ. അപ്പോൾ അത് 1 വർഷം ഫ്രീ ആയിട്ട് നമുക്ക് കൊടുത്തുകൂടാ. അത് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന 2 രൂപയല്ല കൂട്ടിത്തരാം. കാരണം അവിടെ അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, 30 സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഓരോ മാസം ഒരു ബാച്ച് ഉണ്ടാക്കി കൊടുക്കണം, 1 കൊല്ലം. അപ്പോൾ പിന്നെ ആ ഫീസ് അവർക്ക് കളക്ട് ചെയ്യാം. ഫീസ് സ്പെഷ്യലായിട്ട് 13,000 രൂപയാണ് 4 മാസത്തെ കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഒരു സ്പെഷ്യൽ ഡയറ്റ് ചെയ്യാൻ ചെയ്തു, അതിൻ്റെ 10% 1300 എന്നൊരു സ്കീമുണ്ട്, മൈനോറിറ്റിക്ക് എന്നുള്ള സ്കീമുണ്ട്. അതിൽ കണ്ടീഷൻ 18 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ളവർ മാത്രമേ പറ്റുള്ളൂ, സ്ത്രീകളുടെ. അപ്പോൾ ഞാനത് അംഗീകരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ആദ്യത്തെ 30 പേർക്ക് ഞാൻ 1300 എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടാണ് ഈ കോഴ്സ് തുടങ്ങുന്നത്. അങ്ങനെ 1 കൊല്ലം ഈ 12 ബാച്ചിനും ഞാൻ പൈസ എടുത്ത് കൊടുത്തു, 1300 രൂപ കൊടുത്ത്. കാരണം അങ്ങനത്തെ ആളുകളാണ് വരുന്നത്. ഞാൻ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഈ കോഴ്സ് നടത്തുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് MSME എന്ന് ഞങ്ങൾക്ക് ഓരോ ബാച്ചിന് കിട്ടുന്ന പൈസ ഉണ്ട്, മനസ്സിലായി. അപ്പോൾ അതിൽ ഈ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ബാക്കിയുള്ള അതിൻ്റെ കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫണ്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കെന്ത് ചെയ്തു, ഈ 30 പേർക്ക് പകരം ഞാനത് ഒരു 15 പേർക്ക് കൂടി 45 പേർക്ക് വെച്ചുള്ള കോഴ്സാക്കി മാറ്റി. അത് അവരോട് പറഞ്ഞു അഡീഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരണം, 30 എന്നുള്ളത് ഞാൻ 45 ആയിട്ട് ചെയ്യാണ്. അപ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് മാക്സിമം തീർത്ത് മാക്സിമം ആളെ പഠിപ്പിക്കാനുള്ള വെച്ചിട്ടുണ്ടാക്കി. അതിന് ഇതേപോലെ തന്നെ എൻ്റെ മെഷീൻസൊക്കെ അവർ എല്ലാ മെഷീൻസ് അവർ ഏതാണ്ട് 50 lakhs സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ മെഷീനറി എല്ലാം ഇട്ടിട്ടാണ്, എല്ലാം ജൂക്കി മെഷീൻസും ബാക്കി കൊണ്ടിട്ടാണ് എല്ലാ ക്ലാസ് റൂംസ് ബാക്കിയുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ സ്റ്റാഫിൻ്റെ സാലറി എല്ലാം ഇങ്ങനെ ഈ ഇതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതെല്ലാം കൊടുത്തത്. ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ 2000 ആളുകൾക്കൂടെ തൊഴിലുണ്ടാക്കി കൊടുത്തു. അവർക്ക് വീണ്ടും പല പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ യൂണിറ്റ് ഉണ്ടാക്കി. ആ യൂണിറ്റ് ഉണ്ടാക്കിയപ്പോൾ ആദ്യം ചെയ്തതാണെങ്കിൽ ഫാൽക്കണിലെ യൂണിഫോമും വിദ്യാഭാരതി യൂണിഫോമും കൊടുത്തു. പക്ഷേ അവിടെയും പ്രശ്നമുണ്ടായി. യൂണിഫോം 3 മാസത്തെ വർക്കുള്ളൂ. 3 മാസം കഴിയുമ്പോൾ വർക്ക് തീർന്നു, സ്കൂൾ തുറന്നവനെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇവർ അടുത്തെന്താണെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പണ്ട് ടെക്സ്റ്റൈൽ നടത്തിയിരുന്ന ആളെ മഞ്ചേരി. മഞ്ചേരിയിലോ? മഞ്ചേരിയിൽ 91-ലൊക്കെ മഞ്ചേരി അവിടെ സുറുമ അവിടുത്തെ അതിന് പറ്റിയൊരു പേരാട്ടത്. നല്ല ഇതിൽ വന്ന ഒരു ഇതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ടാണ് അത് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് പിന്നെ ഗ്രാജുവലി അത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെക്സ്റ്റൈലിൻ്റെ അതിൽ കുറേ ബന്ധങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ മഹാരാഷ്ട്രയിലും അതുമാതിരി ഗുജറാത്തിലും
അതായത് സൂററ്റിലും അഹമ്മദാബാദിലും അവർ രാജസ്ഥാനിലെ പാലിയിലും ബിൽവാരിലൊക്കെ പോയി മില്ലിൽ നിന്ന് നേരിട്ട് തുണികളെടുത്തു. അതിൽ മെയിനായിട്ട് ഇവർക്ക് സ്ത്രീകളുടെ ആവശ്യമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ പാലിയിൽ നിന്നാണ് ഈ ചുടിദാറിൻ്റെ. അപ്പോൾ ചുടിദാർ അന്ന് ഇവിടെ ഒരു 600 ചില്ലാൻ രൂപയ്ക്ക് കിട്ടുന്ന ചുടിദാറിന് അവിടെ 280 രൂപ 320 രൂപയുടെ റേഞ്ചിലുള്ള കിട്ടുക. അതാണ് ഇവിടെ 650 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ ഞാനതെടുത്തൊരു 50 രൂപ ഞാൻ എൻ്റെ മുകളിൽ അഡീഷണൽ എൻ്റെ എക്സ്പെൻസ് ഉണ്ടല്ലോ അതിട്ട് ബാക്കി വർക്ക് കൊടുക്കും. ഇവരതെന്ത് ചെയ്യും, ഇവർ സെയിൽസും ചെയ്യും, ഇവർക്ക് സ്റ്റിച്ച് ചെയ്യാനും കിട്ടും. അങ്ങനെ പഠിച്ചവർക്ക് ഇവിടെ നിന്നൊരു സ്റ്റിച്ച് ചെയ്യാൻ അതല്ലെങ്കിൽ അവർ വീട്ടിൽ. അപ്പോൾ അവർക്ക് മെഷീൻ വാങ്ങിക്കാൻ ഞാൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണല്ലോ, അവിടുന്ന് മെഷീനുള്ള ലോൺ കൊടുത്തു. അത് ഭയങ്കര ഇന്നോവേഷൻ ആണല്ലോ. അല്ല മാത്രമല്ല, ഇവിടെ ഒരു വനിതാ സഹന സംഘം ഉണ്ടായിരുന്നു, ഉദ്യോഗമണ്ഡൽ വനിതാ സഹന സംഘം. ആരുടേതായിരുന്നു അത് ഇവിടുത്തെ കുറേ സ്ത്രീകളുടെ വനിതകൾ കൂടി നടത്തുന്ന. അതായത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പിന്നെ ആ സമയത്ത് ഇവിടുത്തെ ഒരു കൗൺസിലറായിരുന്നു ഒരു ലേഡി, ഇവരെ കൂടി നടത്തുന്നത്. പക്ഷെ അത് അന്ന് 14 ലക്ഷം നഷ്ടത്തിലായിരുന്നു. 14 ലക്ഷം നഷ്ടത്തിൽ. അന്ന് സ്ത്രീകളുടെ 14 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. 2005-2007 കാലഘട്ടത്തിൽ 14 ലക്ഷം വലിയ എമൗണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരു ആനുവൽ ഡേ മീറ്റിംഗ് ഏജ് ഇതുവരെയാണ്, പൊതുയോഗം വരെയാണ്. അപ്പോൾ അതിന് സാധാരണ എന്തെങ്കിലും കോംപ്ലിമെൻ്റ് കൊടുക്കണം. ഞങ്ങൾക്കൊരു ഗ്ലാസ് വെച്ചിട്ടെങ്കിലും കൊടുക്കണമെങ്കിൽ 7000 രൂപ വേണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവർക്കൊരു പകുതി പൈസ 3500 നിങ്ങൾ കൊടുക്കണം, ഞാൻ അവരെയും കൊണ്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞ് വന്ന് ചോദിച്ചപ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കഴിവുള്ള സ്ത്രീകളുണ്ടായിട്ട് എന്തുകൊണ്ട് ലാഭത്തിലാവുന്നില്ല? അയ്യോ സാറേ ഇത് നടക്കില്ല, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത കൊല്ലം എന്ന് വെച്ചു. അടുത്ത കൊല്ലം ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വരാൻ പറ്റി, വേറെ അടുത്ത് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞു, ഞാനിത് 5 കൊല്ലം നിങ്ങൾ വർക്ക് ചെയ്യാൻ തരാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് ലാഭത്തിലാക്കി തരാം. ഈ 3500 അല്ല 7000 ഞാൻ തരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരം ഉണ്ടല്ലോ, അവരോട് പറഞ്ഞ് അവിടെ പോയിട്ട് വാങ്ങിച്ചോളം പറഞ്ഞ പൈസയും കൊടുത്തു. 7000+ വന്നു. അത് കഴിഞ്ഞ് ഇവരോട് പറഞ്ഞ മീറ്റിങ്ങിന് ഞാൻ അറ്റൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ പറയാം, നിങ്ങൾ എന്നാ കൂടുതൽ ഞാൻ വന്നിട്ടൊരു പ്രോജക്റ്റ് ഞാൻ അവതരിപ്പിച്ചു തരാം. അങ്ങനെ ഈ മീറ്റിങ്ങിൻ്റെ ഈ പൊതുയോഗത്തിൻ്റെ തലേ ദിവസമുള്ള ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ ചെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് വയ്ക്കുന്നത്, നിങ്ങൾ കോയിൻ ബോക്സ് 11 മെമ്പേഴ്സ് ഉണ്ടല്ലോ. അന്ന് കോയിൻ ബോക്സ് ഏതിൻ്റെ കോയിൻ ബോക്സ്? സാധാ കോയിൻ ബോക്സ് 50 രൂപയുടെ ഒരു 500 രൂപ വാങ്ങിക്കും. അതിൽ നിങ്ങൾ 11 ആൾക്ക് ഡിവൈഡ് ചെയ്തെടുക്കുക. ഓരോ ആളുകളും അവരുടെ ഏരിയയിൽ മിനിമം എന്ത് ചെയ്യുക, ഓരോ മാസം 10 എണ്ണം വെച്ചിട്ട് കോയിൻ ബോക്സ് കൊടുക്കുക ഓരോ വീടുകളിൽ. ഡെയിലി അതിൽ 50 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയാം. അതായത് ഞാൻ അത് അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനപ്പെടുക്കാൻ പറഞ്ഞു. അവരെടുക്കുകയും ചെയ്തു. 500 വേണോ സാറെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾ 500 വാങ്ങിക്കുക, പിന്നെയും വേണ്ടി വരും. അങ്ങനെ പൊതുയോഗത്തിൽ വന്നപ്പോൾ ഈ അന്ന് 247ഓളം മെമ്പേഴ്സുള്ളൂ. അവരെല്ലാവരും, അപ്പോൾ സ്ത്രീകളും കുട്ടികളും പാവപ്പെട്ടവരാണ്, നമുക്ക് കാണുമ്പോൾ പറയാലോ. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു പലരും നിങ്ങളുടെ ഭർത്താക്കന്മാർ ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്ന് 600 രൂപയാണ് കൂലി ഒരാൾക്ക്. ഈ 600 രൂപ കൂലി കിട്ടിയാൽ 10-200 രൂപയുടെ വഴിയിൽ ഒരു പൈൻറ്റ് വാങ്ങിച്ചടിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ഒന്ന് ഭർത്താവിനോട് പറയാം, നമ്മുടെ ഈ കുട്ടി വളർന്ന് അതിനൊരു 18 വയസ്സാകുമ്പോൾ ഒന്നല്ലേ പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഒരു എൻജിനീയറിങ്ങിനോ വിടണമെങ്കിലുള്ള പൈസ വേണ്ടേ? നമുക്ക് ഡെയിലി ഒരു 50 രൂപ വെച്ചിട്ട് ആ കുടിക്കുന്നതെന്ന് ഒരു ബെഗിൻ്റെ പൈസ കുറച്ചാലും ഇതിലിടാൻ പറ്റും. ഇത് നല്ല നിലയ്ക്ക് പറഞ്ഞിട്ട് അവരെ ബോധവൽക്കരിക്കുക. മാത്രമല്ല, ഇത് ആപത്ത് കാലത്ത് നമ്മൾ ചെയ്യുന്നൊരിതുണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഒരു പിടിയരി നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ എടുത്തിട്ട് ഒരു കുടത്തിലിടും, എന്നിട്ട് പഞ്ഞമാസത്തിൽ അത് എടുക്കുന്ന അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങൾ അതിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് അസുഖം വന്നു അല്ലെങ്കിൽ കല്യാണം വന്നു, ഇതിൽ പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾക്കൊരു 10000 രൂപ വേണം. ആ 10000 രൂപയ്ക്ക് നിങ്ങളിപ്പോൾ എവിടെ പോയിട്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാം? നിങ്ങൾ വട്ടിപ്പലിശയ്ക്ക് എടുക്കുമ്പോൾ അത് പിന്നെ പ്രശ്നമായി, അങ്ങനെ ആത്മഹത്യകൾ പോലും ആ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് 6 മാസം പൈസ കൃത്യമായിട്ട് അടയ്ക്കുന്നവരാണെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10000 രൂപ ഇതിൽ തന്നെ ഒരാളുടെ ജാമ്യത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഏത് ഒരു കൊല്ലം കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ 50 രൂപ വെച്ചിടുമ്പോൾ 1500 രൂപയില്ലേ? 6 മാസം പിന്നെ 9000 രൂപയായി. ഇത് കൃത്യം അടച്ചവരാണെങ്കിൽ നിങ്ങൾ ആൾ ജാമ്യമില്ലാതെ തന്നെ 10000 രൂപ നിങ്ങൾക്ക് ലോൺ കിട്ടും. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും അനുവദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മെമ്പേഴ്സ് അവർ കൊടുന്ന് കോയിൻ വയ്ക്കും.
കോയിൻ ബോക്സ് വയ്ക്കും, പൂട്ടിയിട്ട് താക്കോലും കടയിൽ വരും. പക്ഷേ ഒരു കാർഡും തരും. അടുത്ത 1-ാം തീയതി വരുമ്പോൾ തുറന്നിട്ട് അതിലുള്ള പൈസ എടുത്തിട്ട് എണ്ണി ഈ കാർഡിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് തരും, പൈസ കൊടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് സ്കീം ഉണ്ടാക്കി. നിങ്ങൾക്കറിയാമോ 3000 ചില്ലാനും മെമ്പേഴ്സാണെന്ന സൊസൈറ്റിയിൽ 247 ഇപ്പോൾ 5 കൊല്ലത്തിനുള്ളിൽ അവരുടെ 14 ലക്ഷം കടം തീർന്നു, മാത്രമല്ല ലാഭത്തിലായി. 5 കൊല്ലം ഈ മെമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഞാൻ അത്ര ആളുകൾക്ക് കോംപ്ലിമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നഷ്ടമാണ്. ഗ്ലാസ്സിൽ നിന്ന് സ്റ്റീൽ ഗ്ലാസും സ്റ്റീൽ പാത്രങ്ങളും ബാക്കിയുള്ളവർക്കൊക്കെ ആയി. പക്ഷേ 5 കൊല്ലം കൊണ്ട് ആ സൊസൈറ്റി ലാഭത്തിലാക്കി. ഇന്നും ആ സൊസൈറ്റി ലാഭത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അവർക്ക് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഈ പ്രോജക്റ്റിൽ ട്രെയിനിങ് ഞാൻ കൊടുത്തു. ഇതിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് അവർക്ക് തൊഴിലവസരങ്ങളായി. അപ്പോൾ ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ അവർക്ക് അവർ വരുമാനത്തിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാളൊന്നും സൊസൈറ്റി ലാഭത്തിലായി. ഇവർക്കും ഞാൻ പറഞ്ഞത് ഈ പ്രോജക്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കോട്ടയ്ക്കൽ പറഞ്ഞത്, നിങ്ങൾക്ക് 10,000 രൂപ ഞാൻ ലാഭം ഉണ്ടാക്കി തരാമെന്നുള്ളത്. കാരണം ഒരു 10,000 രൂപ വളരെ സിമ്പിളാണ്, എളുപ്പമുണ്ടാക്കാം. അതിനെപ്പറ്റി ആ പ്രോജക്റ്റിന് കൂടി പറഞ്ഞിട്ട് നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ, നമ്മുടെ വീടല്ല സാധാരണക്കാരൻ്റെ വീടാണെങ്കിലും ഒരാഴ്ചയിൽ ഒരു 150 രൂപയുടെയെങ്കിലും നമ്മൾ ബേക്കറി സാധനം വാങ്ങിക്കാതിരിക്കും. ഏറ്റവും ചുരുങ്ങിയപ്പോൾ എന്തെങ്കിലും ചിപ്സോ സാധനങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചാൽ തന്നെ ഒരാഴ്ച 150 രൂപ മിനിമം വരും. ഒരു മാസത്തിലപ്പോൾ 600 രൂപയില്ലേ? ഒരു വാർഡിൽ 400 വീടെങ്കിലും ഇല്ലേ ചുരുങ്ങിയത് പഞ്ചായത്തിൽ? 400 വീട്ടിൽ 600 രൂപ വെച്ച് കൂട്ടിയാൽ 2,40,000 രൂപയുടെ സാധനം ഏറ്റവും ചുരുങ്ങിയത് വാങ്ങിക്കുന്നത്, അല്ല കൂടുതലാണ്. അപ്പോൾ ആ വാർഡിൽ ഒരു 10 ആളെ ട്രെയിൻ ചെയ്താൽ, അതായത് ഒരു വാർഡിൽ 10 ആളെ ട്രെയിൻ ചെയ്താൽ ആ 10 ആൾ കൂടി ഏതെങ്കിലും ഒരു വീട്ടിൽ ഇത്രയും സാധനം ഉണ്ടാക്കിയാൽ 2.5 ലക്ഷം രൂപയുടെ സാധനം ഉണ്ടാക്കി വിറ്റൂടെ? വിൽക്കാൻ പറ്റും. സ്ത്രീകൾ തന്നെ ആകുമ്പോൾ അവർക്ക് തന്നെ അവരുടെ എല്ലാ അയൽപ്പക്കങ്ങളും ബാക്കി നടന്ന് വിറ്റ് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിച്ചിട്ടോ കൊടുക്കാം. 50% പ്രോഫിറ്റാണ്. നല്ല സാധനം നല്ല വെളിച്ചെണ്ണ നല്ലതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കില്ലേ? അതാണ് ഞാൻ ചെയ്തത്. അവർക്ക് തുടങ്ങി. ഇവിടെ അതാ മാറാക്കര ഒക്കെ എത്ര യൂണിറ്റുകൾ. അവർക്ക് അവസാനം ഒരു പാർട്ടിക്ക് ഫ്രിഡ്ജ് വേണമെന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് വാങ്ങിച്ചു കൊടുത്തു. അവർ 5 മാസം കൊണ്ട് ഒരു ലാഭത്തിൽ നിന്ന് ഫ്രിഡ്ജിന്റെ പൈസ എനിക്ക് തിരിച്ചു തന്നു, ഞാൻ കൊടുത്തത്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തു. അല്ല, അവർ 10 ആൾ കൂടിയിട്ടൊരു ഏരിയയിൽ ഒരു വാർഡിൽ, സൊസൈറ്റി ഒന്നുമില്ല, അവർ 10 ആൾ പാർട്ട്ണർഷിപ്പ് എന്നുള്ള എനിക്ക് അവര് 50,000 രൂപ ഉണ്ടോ ഈ പറയുന്ന ഒരു ഇത് തുടങ്ങാനായിട്ട് ഏതെങ്കിലും വീട്ടിലാണ്. മനസ്സിലായല്ലോ? അതിനുള്ള ആവശ്യങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പം ഇത്തരത്തിൽ ഉള്ള പ്രോജക്റ്റുകൾ ഞാൻ പലയിടത്തും ഉണ്ടാക്കി, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. ഇതാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പോൾ സ്ത്രീകൾക്ക് അന്ന് 10,000 രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു ഇതാണ്. 2016 ഇത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമാണ്. ഞാനിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അല്ല, അത് ചർച്ചയായോ? പിന്നെ ഇതവിടെ വളരെ കാര്യമായിട്ട് സ്ത്രീകൾക്കായിരുന്നു. മറ്റൊന്ന് ഞാൻ അവിടെ പറഞ്ഞു, കുടിവെള്ളത്തിന് വേറെ വഴിയൊന്നുമില്ല. ഇത് നിങ്ങൾ കോട്ടക്കൽ ഇംപ്ലിമെന്റ് ചെയ്തു? യെസ്. തോറ്റെങ്കിലും ഞാൻ അവിടെ നിന്നുണ്ട്. അപ്പം ഞാൻ ഈ സ്കിൽ സെറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ വിദ്യാഭാരതിയുടെ ഒരു സെന്റർ ഞാൻ പുത്തനത്താണി തുടങ്ങി. അത് ഞാൻ കേട്ടിരുന്നു. അതെ, അവിടെ ഈ കോളേജ് മറ്റുള്ള പല പ്രോഗ്രാംസ് കൊടുന്നതിൻ്റെ ഒപ്പം അവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുന്നു. ഇവിടുന്ന് ഒരു ബസ് അവിടെ കൊണ്ടുപോയിട്ടുകൊണ്ട് ഇവരെ വീടുകളിൽ നിന്ന് കാലത്ത് എടുക്കും, ഉച്ചയ്ക്ക് തിരിച്ചുകൊണ്ടാക്കും. 2 ബാച്ച്. ഉച്ചയ്ക്ക് തിരിച്ചുണ്ടാക്കുമ്പോൾ അടുത്തൊരു വേറെ കോഴ്സിൻ്റെ ആളുകളെ കൊണ്ടുവരും. അവരെ വൈകിട്ട് 4 മണി തിരിച്ചുണ്ടാകും. അതിന് ഡ്രൈവറെ അവരെ വെച്ചു. അങ്ങനെ അത് നടന്നൊരു സൈഡ് കൂടെ. പിന്നെ കുടിവെള്ളത്തിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 2 മുനിസിപ്പാലിറ്റി വാങ്ങിച്ച പഞ്ചായത്തുമാണ്. ഞാൻ 7 ദോസ്ത് വണ്ടി വാങ്ങിച്ചു പുതിയത്. എന്നിട്ട് അതിൽ 2000 ലിറ്ററിൻ്റെ ടാങ്കുകൾ കയറ്റി മോട്ടറും ഘടിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ 7 ഡ്രൈവേഴ്സിനും വെച്ചുകൊണ്ട് അവിടെ എല്ലാ പഞ്ചായത്തിലേക്കും ഈ പറഞ്ഞ എല്ലാ മുനിസിപ്പാലിറ്റി അടക്കം ഓരോ വണ്ടി വെച്ചിട്ട് വെള്ളം വിതരണം നടത്തി. 5 കൊല്ലം നടത്തി. 2016 മുതൽ 2021 വരെ നടത്തി. ഇതിനിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ പബ്ലിക് കിണറുണ്ട്, പക്ഷേ ഇടിഞ്ഞു പോയിട്ടും ബാക്കി കിടക്കുന്നു. താഴ്ചയില്ല, താഴ്ച കിട്ടും. അവിടെ അങ്ങനത്തെ അവിടുത്തെ ആളുകളൊന്നും ഇപ്പോൾ അവിടെ താഴ്ത്തി കൊടുത്ത് അവിടെ മോട്ടോർ ഒപ്പിച്ചു കൊടുത്തു. സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ചിലത്ത് കുഴൽ കിണർ കുത്തി കൊടുത്തു. വളാഞ്ചേരിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ ബൈപ്പാസ് വരുന്ന റോഡുണ്ടല്ലോ, കുറ്റിപ്പുറത്തങ്ങനെ പറഞ്ഞു, അവിടെ സൈഡിലുള്ള സ്ഥലത്ത് കിണർ കുത്തി കൊടുത്തു. അവിടുത്തെ കംപ്ലീറ്റ് ആളുകൾക്ക് 10-40 വീടുണ്ട്, വെള്ളമില്ല അവിടെ. കിണർ കുത്തി അവിടെ വെള്ളം ചെയ്ത് അവിടെ ചെയ്ത് കൊടുത്തു. പല സ്ഥലങ്ങളിലും ഇതേപോലെ ഈ പറയുന്ന കുടിവെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടാക്കി. ഇതിന് പുറമെ
ഞാൻ പറയാത്തൊരു കാര്യം ചെയ്തു. അവിടെ ചെന്നപ്പോൾ പല സ്ഥലത്തും ചില ഈ കോളനികൾ പോലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും ഈ ഇലക്ട്രിക് കണക്ഷൻ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ റോഡിൽ ലൈറ്റില്ല, കുന്നുകളും ഇതുള്ള ഏരിയയാണ്. അവിടെ എല്ലാം 150ഓളം സോളാർ ലൈറ്റ് ഞാൻ ആ മണ്ഡലത്തിൽ വെച്ച് കൊടുത്തു. അവർ കയറി പോകുന്ന വഴികളിലും ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടോ? ഐ മീൻ ആൾക്കാർ പറഞ്ഞോ? പിന്നെ അല്ല, ഇത് അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. സാധനം 150ഓളം സോളാർ ലൈറ്റ് വെച്ച് കൊടുത്തു, പോസ്റ്റ് വെച്ചിട്ട് അതിന് സോളാർ ഇൻഡിവിജ്വൽ എന്നുള്ള എൻ്റെ അതൊക്കെ NAMK ഫൗണ്ടേഷൻ മറ്റൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഞാൻ. മനസ്സിലായോ? നോൺ പ്രോഫിറ്റ് അലയൻസ് ഫോർ മിഷൻ കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ. അപ്പോൾ ഈ CSR ഫണ്ടും ബാക്കിയുള്ളൊക്കെ അതിൽ കൊടുത്തിട്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തത് MLA അല്ലല്ലോ, അപ്പം അതുകൊണ്ട് ഈ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി നമുക്ക് ഗവൺമെൻറ്റിൽ പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനീഷ്യേറ്റീവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് ചെയ്തു, കൊച്ചിൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ബസ്സുണ്ട്, എല്ലാ ഫെസിലിറ്റിയുള്ള 3 മാസത്തോളം അത് കോട്ടക്കൽ മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തിലും ഇട്ടുകൊണ്ട് സ്ത്രീകൾക്ക് 3500 സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ടെസ്റ്റ് നടത്തി. 3500 സ്ത്രീകളുടെ 3 മാസം കൊണ്ട്. അങ്ങനെ ഡോക്ടേഴ്സിനൊക്കെ അപ്പോയിൻ്റ് അതിൻ്റെ ഇതൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ ചെലവ് കൊടുത്തുകൊണ്ട് അതിൽ 100 ചില്ലാനം ആളുകൾക്ക് സംശയങ്ങളുണ്ടായി, അവർക്കൊക്കെ വീണ്ടും സ്കാനിങ്ങിന് പോയി. മനസ്സിലായി? ഇതിനൊക്കെ അപ്പോൾ സീനിയർ ഡോക്ടേഴ്സ് വരും, സ്കാനിങ് ഈ വണ്ടിയിൽ സൗകര്യങ്ങളുടെ ചെയ്തു. ശേഷം 6 പേർക്ക് അസുഖം ഉണ്ടെന്നുണ്ട്. അതിൽ ഒരു സ്ത്രീയുടെ ലാസ്റ്റ് സ്റ്റേജായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കി 5 പേർക്കും നമ്മൾ എന്ത് ചെയ്തു, ചികിത്സിച്ച് ഭേദമാക്കി. ചികിത്സിക്കുന്നതിന് ചിലവിന് എന്ത് ചെയ്തു, ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി, കാരണം 50,000 രൂപ വെച്ചിട്ട് അതിൻ്റെ ചിലവ് വന്നുള്ളൂ, 2 ലക്ഷം വേണ്ട. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ബേക്കറി പ്രൊഡക്ഷൻ നടത്തിയ സ്ത്രീകളെ വിളിച്ചു കൂട്ടി. അവരോട് പറഞ്ഞു ഓരോ ഗ്രൂപ്പിനും ഓരോ ഇത് കൊടുത്തു. 6 ഐറ്റം നമ്മൾ ബിസ്ക്കറ്റ്സും അല്ലെങ്കിൽ ഈ പറയുന്ന പല സ്വീറ്റ്സും എല്ലാം ഉണ്ടാക്കിയിട്ട് അവരുണ്ടാക്കി തരാൻ പറഞ്ഞു. 60 രൂപ കോസ്റ്റ് വരുന്നത് ഒരു പാക്കറ്റ് ഉണ്ടാക്കി NAMKടതിൽ, അതിൽ ഈ പാക്കറ്റിൽ ഈ 6 ഐറ്റം വെച്ചുകൊണ്ട് നമ്മളവിടുത്തെ SFI DYFI അല്ല കോളേജ് സ്റ്റുഡൻസ് ഇവർ വഴി നമ്മളൊരു ഫുഡ് ചലഞ്ച് നടത്തി. 100 രൂപ കടകളിലൊക്കെ പോയിട്ട് കൊടുക്കാൻ 100 രൂപ ഇന്നതാണ് പർപ്പസിന്. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസ് ചികിത്സിക്കുന്ന പറയുമ്പോൾ ഇത് കിട്ടില്ല, ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി ചെയ്തു. ആ കളക്ട് ചെയ്ത പൈസ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു, ഈ 5 ആൾക്ക് ചികിത്സയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട്. അങ്ങനെ പൈസ കിട്ടിയ കാര്യമായിട്ട് ഏതാണ്ട് ഏതാണ്ട് 2 ലക്ഷത്തോളം കിട്ടി. പക്ഷേ ബാക്കിയുള്ള പൈസ നമ്മൾ ചേർത്തിട്ട് കൊടുത്തു. യുവാക്കൾക്ക് അവിടെ 100 ചില്ലാനം യുവജന കേന്ദ്രയുടെ നെഹ്റു യുവജന കേന്ദ്രയുടെ ക്ലബ്ബുകളുണ്ട്, രജിസ്റ്റർ ക്ലബ്ബ് 120ഓളം. അവർക്കെല്ലാം ഈ പറഞ്ഞ 15 ജേഴ്സിയും 2 ഫുട്ബോളും വെച്ചിട്ട് കൊടുത്തു. അത് ശരി. ചില ക്ലബ്ബുകൾക്ക് അവർ TV വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു. വൈകുന്നേരങ്ങളിൽ ചെസ്സ് അല്ലെങ്കിൽ ക്യാരംസ് ഇങ്ങനെ ഇത് ആ ക്ലബ്ബുകൾ ഇത്. കാരണം എന്താ, ഡ്രഗ്സിലേക്ക് അവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതെ, അവരെ എനർജറ്റിക്കായി നിർത്തുക, അതിന് വേണ്ടി കൊണ്ടുവന്നു. മാത്രമല്ല, ഞാൻ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞു, ഈ വിമുക്തിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, സെൻട്രൽ എക്സൈസാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കോർഡിനേഷൻ എനിക്ക് മലപ്പുറത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് ഗവൺമെൻറ് പ്രോജക്റ്റാണ്, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് പ്രോജക്റ്റ് ചെയ്യുന്നതാണ് 25,000 വെച്ചിട്ട് പഞ്ചായത്തുകൾക്ക് കൊടുക്കും. ആ പൈസ അവരെല്ലാവരും മീറ്റിംഗ് വിളിക്കും, എല്ലാവരും ചായയും പരിപ്പോടെ എന്തെങ്കിലും കൊടുക്കും, ഇതിനെപ്പറ്റി ഒരു ഇത് നടക്കും. പക്ഷെ അത് താഴെത്തട്ടിലേക്ക് അവിടെ എത്തുന്നില്ല, ഇത് പബ്ലിക്കിൽ മാത്രമല്ല, ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അതല്ല, ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ആളാണ്, ഈ സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂസ് അറിയാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യമായിട്ടുള്ളൊരു ഇതിനെ ഈ ഇഷ്യൂസിന് ഇതുകൊണ്ട് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും അതിനുള്ളൊരു പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സഹകരിച്ചാൽ ചെയ്യാം, പക്ഷേ എനിക്കൊരു കോർഡിനേറ്റർ ഒന്നും ഇല്ല. അതിനെന്താ വേണ്ടത് വെച്ചു. ഞാൻ വിമുക്തിയുടെ ഒരു ലോഗോ ഉണ്ട്, മുഖ്യമന്ത്രി ആവുന്ന ഇത് നന്നായെന്ന് പറഞ്ഞു. അപ്പോൾ ഷിരാജ് സിംഗ് ആണ് അന്നത്തെ ഈ എക്സൈസിൻ്റെ കമ്മീഷണർ. അദ്ദേഹം ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റ് ആയാലും ചെയ്യാനില്ല എന്ന് അദ്ദേഹം വളരെ. എന്നാൽ ഈ ലൈൻ ട്രാഫിക് ആദ്യമായി കേരളത്തിൽ വന്നപ്പോൾ എറണാകുളത്ത് അങ്ങേര് അന്നത്തെ കമ്മീഷണർ, മനസ്സിലായി, അങ്ങനെയല്ല, അങ്ങേര് ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർ. അപ്പോൾ അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ അന്ന് ഞാൻ സ്പോൺസർ ചെയ്തിട്ട് ഈ ലൈൻ ട്രാഫിക് നടത്തിയ ആളാണ്. അപ്പോൾ എന്നെ കൃത്യമായിട്ട് അറിയാം, സ്കൂൾസ് കോളേജസ് എല്ലായിടത്തും ഇത് കൊടുത്തിട്ട് കാര്യമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് നടത്തിയാൻ. ഇവിടെ ഒരു വീഡിയോ പോലും അതിൻ്റെ അന്നത്തെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. അതിൽ ഇഷ്യൂസിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് റോട്ടറിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്ത്, റോട്ടറി എനിക്കൊരു അവാർഡ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് കാലത്ത്. അപ്പോൾ അദ്ദേഹത്തെ അതുകൊണ്ട് ഋഷിരാജ് സിംഗായിട്ട് നല്ല ബന്ധം അടുപ്പൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇത് ഗവൺമെൻറ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ TP രാമകൃഷ്ണൻ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ട്, നിങ്ങളൊന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് ഈ ലോഗോ അവിടെ വെച്ച് പ്രകാശനം ചെയ്ത് ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ ആ ഇത് വെച്ചുകൊണ്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ലയിൽ എന്ത് ചെയ്തു, 2 പ്രോജക്റ്റ് നടത്തി. ഒന്ന് ഈ ഏറ്റവും ചെറിയ കുട്ടികളുടെ അംഗൻവാടി, ആ കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം മലപ്പുറം ജില്ലയിലെ എല്ലാ അംഗൻവാടിയിലും നമ്മൾ അതിൻ്റെ ഒരു സ്കെച്ചും അവർക്കുള്ള കളർ പെൻസിലും വാങ്ങിച്ചു കൊടുത്തു. എത്ര കുട്ടികളുണ്ട് അത്രയും കുട്ടികൾക്ക്. എന്നിട്ട് ഒരു ഡേറ്റ് നിശ്ചയിച്ചു, കളർ ഇത് ചെയ്തിട്ട് എല്ലാ അംഗൻവാടിയിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓരോ കുട്ടികളെന്ന് തിരഞ്ഞെടുത്തു. എത്രയോ കുട്ടികളുണ്ട് അംഗൻവാടിയിൽ, 500 അംഗൻവാടികളുണ്ടാവും. ആ കുട്ടികളെല്ലാം അത്രയും ആളുകളെ കൊണ്ടുവന്ന് രാജാസ് സ്കൂളിൽ നമ്മുടെ കോട്ടയ്ക്കിൽ ഇതിൻ്റെ ഫൈനൽ നടത്തി. അന്ന് മുതുകാടിനെ കൊണ്ടുവന്നുകൊണ്ട് ഫിനാലെ മുതുകാടിനെ കൊണ്ടുവന്നുകൊണ്ട് പാരൻസിന്, കുട്ടികൾ ചിത്രരചന മത്സരം നടത്തുമ്പോൾ അവരെല്ലാം എൻഗേജ് ആണല്ലോ. അപ്പോൾ കുട്ടികളെ കൊണ്ട്, ചെറിയ കുട്ടികളാകുമ്പോൾ പാരൻസ് വരുമല്ലോ, പാരൻസിന് ഈ ഡ്രഗ്സിൻ്റെ അബ്യൂസിനെ കുറിച്ചുള്ളതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സും ബാക്കിയും മുതുകാടിൻ്റെ വെച്ചു. എന്നിട്ട് അതിൽ ഉള്ള 50 ഏറ്റവും നല്ല ചിത്രങ്ങൾക്കാണ് നമ്മൾ പ്രോത്സാഹന സമയം നൽകി. പങ്കെടുത്തവർക്ക് വേറെ ഇതും കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെ NMKയുടെ ഇതിൽ നടത്തി. എളുപ്പമല്ല അത്, ഒരു ജില്ലയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള. മാത്രമല്ല കോളേജുകളിലാണ് നെക്സ്റ്റ് എടുത്ത് ഉപന്യാസ മത്സരം നമ്മൾ നടത്തി. ഉപന്യാസ മത്സരത്തിൽ ഒരേ ദിവസം ഉച്ചയ്ക്ക് 2 to 3 എല്ലാ മലപ്പുറം ജില്ലയിലെ എല്ലാ കോളേജിലും ഒരേ സമയത്ത് ഒരേ സബ്ജക്റ്റ് കൊടുത്തൊരു ഉപന്യാസ മത്സരം നടത്താൻ എളുപ്പമല്ല. അത് കോർഡിനേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സും. ഞാനതിന് അവിടുത്തെ ഓരോ പഞ്ചായത്തിലും ഓരോ കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട്. ഇത് കോട്ടയ്ക്കൽ മാത്രമല്ല, ജില്ല മുഴുവൻ തന്നെ അവരാണിത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയും സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ്. വിദ്യാഭാരതിയിലാണ് അതിൻ്റെ സ്റ്റാഫെല്ലാം വർക്ക് ചെയ്യുന്നതല്ല. അങ്ങനെ അത് നടത്തി. അതിൽ ഏറ്റവും ബെസ്റ്റ് ഉപന്യാസ മത്സരങ്ങൾക്ക് ഉള്ള ഇത് മലപ്പുറത്ത് ടൗൺ ഹാളിൽ വെച്ചിട്ടൊരു ദിവസം എക്സൈസ് അഡീഷണൽ കമ്മീഷനും ബാക്കിയുള്ള ആളുകളും വെച്ചുകൊണ്ട് എല്ലാ കോളേജുകളിലെയും സ്കൂളുകളിലെയും അവിടുത്തെ വിമുക്തിയുടെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, ഒരു ടീച്ചർ. ആ ടീച്ചേഴ്സ് വിളിച്ചിട്ട് അവർക്കൊരു ക്ലാസ്സും വെച്ചു. ഇവൻ ട്രിവാൻഡ്രത്ത് നിന്ന് അതിന് ക്ലാസ് എടുക്കാൻ ആളെ കൊണ്ടുവന്നു, എക്സ്പെർട്സിനെ. അവിടെ വെച്ച് ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചെറിയൊരു കാര്യമല്ല, വളരെ വൈഡായിട്ട് മലപ്പുറം ജില്ലയിൽ വളരെ ഇന്നും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പലരും ബന്ധമുണ്ട്. അപ്പോൾ അത് ചെയ്തു.